അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹ്റ ബത്തൂൽ അതാ മണവാട്ടിയാകുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ സഹ്റ ബത്തൂലിന് നല്ല സങ്കടമുണ്ട്. അല്ലാ, എൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് അത് ഒരു കുഴപ്പമില്ലാത്ത ആളാണ്. ഞാനാണെങ്കിൽ കാഴ്ചയില്ലാത്തവൾ. റബ്ബേ, ഞാൻ പരമാവധി ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ഷെഫി ഉസ്താദ് പറഞ്ഞത് എനിക്ക് അവളെ മതി എന്നാണ്. അല്ലാഹുവേ റബ്ബേ, എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. കാഴ്ചയില്ലാത്ത എന്നെ നിക്കാഹ് കഴിച്ചാൽ അവരുടെ വീട്ടുകാർ, ബന്ധുക്കാർ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയോ? എൻ്റെ ഷെഫി ഉസ്താദിന് അതൊരു മോശമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഷെഫി ഉസ്താദ് അതാ ഉമ്മയെ വിളിക്കുകയാണ്. ഉമ്മ, അപ്പോൾ ഏകദേശം ഇൻഷാ അല്ലാ നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ പൊന്നു മോനെ നീ നിൻ്റെ ഉസ്താദിനോട് വിളിച്ച് പറഞ്ഞോ? അതെ ഉമ്മ, ഞാൻ എൻ്റെ ഉസ്താദിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മോനെ, പിന്നെ ആരൊക്കെ എന്നോട് ചോദിക്കുന്നത് കേട്ടോ, മോൻ കല്യാണം കഴിക്കുന്നത് ഒരു അറബി പെൺകുട്ടിയാണോ എന്നുള്ളത്. അല്ല മോനെ, സത്യമായിട്ടും എങ്ങനെയാ അവരൊക്കെ അറിഞ്ഞോ? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ എൻ്റെ ഉസ്താദിനോട് പറഞ്ഞു, പിന്നെ എൻ്റെ കൂട്ടുകാരൻ സക്കീറിനോട് പറഞ്ഞു. അതെ, അത് പെട്ടെന്ന് സ്പ്രെഡാകാൻ അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ. ആയിക്കോട്ടമ്മ, കുഴപ്പമില്ല മോനെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എനിക്ക് സീനത്തിൻ്റെ വീട്ടുകാരറിയുന്ന കാര്യത്തിൽ കുറച്ച് ടെൻഷനുണ്ട്. ഒന്നുകൊണ്ടുമല്ല, സാരല്ല, എന്ത് ചെയ്യാൻ, അവൾ അങ്ങനെ പോയതുകൊണ്ടല്ലേ. പെട്ടെന്ന് അതാ വാതിലിൽ ആരോ മുട്ടുന്നു. ഉമ്മ, പഠിച്ചോനെ ആരാ അത്? ഉമ്മ വാതിൽ പോയി തുറന്നു. അല്ലാ, മോനോ? അതെ, സീനത്തിൻ്റെ ആങ്ങളെയായിരുന്നു. അവൻ്റെ മുഖം വല്ലാതായിരിക്കുന്നു. മോനെ കയറിയിരിക്കേ. ഉമ്മ, എന്ത് ചെയ്യാൻ, ഉമ്മക്ക് സുഖല്ലേ? ഒറ്റക്കാണല്ലേ? മോനെ സാരല്ല, പഠിച്ചോണ്ടല്ലോ കൂട്ടിന്. നമുക്ക് എന്നും ഒരാളെ അള്ളാഹു നമുക്ക് നൽകൂലല്ലോ. മോനെ, എന്തൊക്കെയുണ്ട് വീട്ടിലത്തെ വർത്തമാനങ്ങളൊക്കെ? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്താ പറയുക, ഉമ്മയുടെയും ഉപ്പയുടെയും കാര്യമൊക്കെ വളരെയധികം വിഷമകരമാണ്. കാരണം മോള് പോയതിന് ശേഷം അത് അവർക്ക് വളരെയധികം വിഷമമാണ് ഉമ്മ. എന്തപ്പോൾ ചെയ്യുക പൊന്നു മോനെ, എന്താ ചെയ്യുക, നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ നോക്കായിട്ടില്ലല്ലോ. അതെ ഉമ്മ, ഇനി ഒരിക്കലും അങ്ങോട്ട് വീട്ടിലേക്ക് കയറ്റൂല എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അത്രക്കും പിന്നെയും ഞങ്ങളെ വന്ന് ചീത്ത പറഞ്ഞൊക്കെ പോയൊരു ദിവസം. അപ്പോൾ പിന്നെ ആകെപ്പാട് ടെൻഷനിലാണ്. അല്ലുമ്മ, ഞാൻ ഒരു വാർത്ത കേട്ടു. ആ ഒരു വാർത്ത സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മോനെ, എന്തായിരുന്നു കല്യാണത്തിൻ്റെ? അതേ ഉമ്മ, ഒരു അറബി പെൺകുട്ടിയെ ഷെഫി ഉസ്താദ് കല്യാണം കഴിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ടു. അങ്ങനെ വന്നതാണുമ്മ. സത്യത്തിൽ യഥാർത്ഥമാണോ? എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഷെഫി ഉസ്താദ് അവൾക്ക് വേണ്ടി ഒരുപാട് യാതനകളും വേദനകളും അനുഭവിച്ചതാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷെഫി കല്യാണം കഴിക്കട്ടെ. ശരിക്കും അവൾക്ക് വേണ്ടി ഒരുപാട് കാത്തിരുന്നതല്ലേ, അവൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചതല്ലേ. ഉമ്മ, പൂർണ്ണ സമ്മതമാണ് ഞങ്ങൾക്ക്, എനിക്കും എൻ്റെ കുടുംബത്തിനും പൂർണ്ണ സമ്മതമാണ്. ഷെഫി ഉസ്താദ് വിവാഹം കഴിക്കട്ടെ. അതെ, അദ്ദേഹത്തിനെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. എൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഒരുപാട് വേദനകൾ അനുഭവിച്ചു. ഇനിയെങ്കിലും ഷെഫി ഉസ്താദ് ഒന്ന് ജീവിക്കട്ടെ. ആ പൊന്നുമോൻ കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് കേട്ട് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, എന്താ ചെയ്യുക, എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി അവളെ നോക്കിയതാണ്, എല്ലാം ഇട്ടെറിഞ്ഞവൾ പോയില്ലേ. എന്ത് ചെയ്യുക, എൻ്റെ പൊന്നുമോൻ ഒരുപാട്. ഉമ്മ, നിങ്ങൾ കരയല്ലേ, നിങ്ങളെ പൊന്നുമോൻക്ക് നല്ലൊരു ജീവിതം അള്ളാഹു ഉണ്ടാവട്ടെ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാവും. സത്യമായിട്ടും മോനെ ഇരിക്കെ, ഞാൻ ചായ. അല്ലുമ്മ, ഒന്നും വേണ്ട. അല്ല മോനെ, എൻ്റെ കുട്ടി എന്തെങ്കിലും കുടിക്കാതെ പോയാൽ ശരിയാവില്ല. ഉമ്മാൻ്റെ കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ കേട്ടോ. ഉമ്മ, നിങ്ങളുടെ കൈകൊണ്ട് കിട്ടിയ ചായ കുടിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സമൃദ്ധിയായിരുന്നു. പക്ഷേ ഉമ്മ, എനിക്കിപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം പെങ്ങളെല്ലാം ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയച്ചത്. അവൾ പോയില്ലുമ്മ. ഉമ്മ, സ്നേഹം അതൊന്നും അറിയാതെ അവൾ പോയില്ലേ ഓളെ ഇഷ്ടത്തിന്. ഉമ്മ, അപ്പോഴേക്കും അതാ ഉമ്മ ചായ ഉണ്ടാക്കി. മോനെ, ഉമ്മാൻ്റെ കുട്ടി ഇത് കുടിക്ക്. ഉമ്മ, നിങ്ങൾ കരയല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മ അടുപ്പിലുണ്ടാക്കിയ ആ ഒരു ചായ കുടിക്കുമ്പോൾ അവന് വല്ലാത്ത ആശ്വാസം ഉണ്ടായിരുന്നു. ഉമ്മ,
എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഞങ്ങളെ കുടുംബത്തിന് എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സ്ഥിതി വളരെയധികം മോശമാണ് ഉമ്മ. സത്യമായിട്ടും ഓള് പോയതിന് ശേഷം ഞങ്ങൾക്ക് അതെ അവൾ നന്നായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഉമ്മാൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച്. എന്ത് ചെയ്യുക, ഓൾക്ക് അറിവില്ലാതെ പോയി. എന്ത് ചെയ്യാൻ മോനെ, ഇതാ എന്തെങ്കിലും കടി കൂട്ടി കുടിക്ക്. ഉമ്മ മതി ഉമ്മ, സന്തോഷമായി. അങ്ങനെ അതാ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഉമ്മ എന്നാൽ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ. എന്തായാലും ഷെഫി ഉസ്താദ് വിളിക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറയട്ടോ, ഞങ്ങൾക്കൊക്കെ പൂർണ്ണ സമ്മതമാണ്. നിങ്ങൾ സന്തോഷത്തോടെ വിവാഹം കഴിച്ചെന്ന് കണ്ടാൽ മതി. എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ വിചാരിക്കുന്നത് മറ്റൊന്നും അല്ലായിരുന്നു. കാരണം ആ ആലിമായ മനുഷ്യന് അത്രമാത്രം വേദനിച്ച് നമ്മളെ മോളെ കൊണ്ട് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നായിരുന്നു ഉമ്മയും ഉപ്പയും പ്രാർത്ഥിച്ചിരുന്നത്. ഇതറിഞ്ഞപ്പോൾ വേഗം പോകുന്നതാണ്. ഉമ്മ പറഞ്ഞയച്ചതാണ് എന്നെ. പൊന്നു മോനെ, അത് അവിടുത്തെ അറബിയൊക്കെ നിർബന്ധിച്ചതാണെന്ന് പറഞ്ഞു മോനെ. ഉമ്മ സാരല്ല, സന്തോഷം. എൻ്റെ ഉമ്മ പറഞ്ഞിക്കണ് ഹയറായതാ കുട്ടിക്ക് കിട്ടട്ടെ എന്ന്. എന്നാലും ഷെഫി ഉസ്താദ് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മരുമകനാണ്. അത് എൻ്റെ അളിയനാണ്. ആ സ്ഥാനത്ത് നിന്ന് ഷെഫി ഉസ്താദ് ഞങ്ങൾ ഒരിക്കലും മാറ്റില്ല ഉമ്മ. എന്നാൽ ശരി കേട്ടോ. കരഞ്ഞുകൊണ്ട് അവനതാ തിരിച്ചു പോകുന്നത് ഉമ്മ നോക്കി നിന്നു. റബ്ബേ പാവം. പെട്ടെന്നതാ ഉമ്മയുടെ ഫോണ് ബെല്ലടിക്കുന്നു. പഠിച്ചോനെ, ഹലോ. ആ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ. ഉമ്മ എന്താ എന്തുമ്മ കരയാണോ? എന്തിനുമ്മ കരയുന്നത്? മോനെ, സീനത്തിൻ്റെ ആങ്ങളെ വന്നിരുന്നടാ. ഉമ്മ അതെ, എന്തു പറഞ്ഞു? കല്യാണക്കാരൊക്കെ അറിഞ്ഞിട്ട് വന്നതാണ്. അവരുടെ ദുആ ഉണ്ടാവും. സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി കല്യാണം നടക്കട്ടെ, ഞങ്ങളുടെ ദുആ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ എന്ത് ചെയ്യുക, മോനൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഉമ്മ ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാൽ എന്തായാലും പാസ്പോർട്ടൊക്കെ ഓക്കെ അല്ലേ? അത് കല്യാണത്തിന് വേണ്ടി കുറച്ച് ദിവസം മുമ്പെങ്കിലും നിങ്ങൾ വരണം എന്നാണ്. കാരണം നിക്കാഹിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അർബ വിളിച്ചിരുന്നു, നിനക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും വിളിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ കാര്യങ്ങൾ എല്ലാത്തിനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ അദ്ദേഹം സെറ്റാക്കാം. ആരൊക്കെ മോനക്ക് ഇഷ്ടം ഒക്കെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോനെ അതിപ്പോൾ ഒരുപാട് പൈസ അല്ലേ ഉമ്മ? ക്യാഷ് അത് ഇവർക്ക് പ്രശ്നമല്ല. കാരണം ഇവർക്ക് ഒരുപാട് എണ്ണപ്പാടങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള ആളുകളല്ലേ, ജ്വല്ലറികളും കാര്യങ്ങളും എല്ലാം ഉള്ള. അതുകൊണ്ട് ഉമ്മ അതൊന്നും വിഷയമാക്കണ്ട. നിങ്ങൾ ആരൊക്കെ പോരുന്ന വെച്ചാൽ അവർക്കുള്ള പാസ്പോർട്ട് എടുക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് എമർജൻസി പാസ്പോർട്ട് എടുത്തിട്ട് വെക്കാൻ പറയണം. പിന്നെ എൻ്റെ ഉസ്താദിനോടും ഫാമിലിയോടും ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മോനെ ആയിക്കോട്ടെ, അതന്നെ വേണ്ടത്. നമുക്ക് നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ടാവും, ഉസ്താദിൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. എൻ്റെ കുട്ടി വിജയിക്കും. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് നിറഞ്ഞു. അതെ, തൻ്റെ ജീവിതത്തിലുണ്ടായ ആ പഴയ കാര്യത്തെക്കുറിച്ച് ഷെഫി ഉസ്താദ് പതുക്കെ പതുക്കെ മറന്നു തുടങ്ങി. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലൊരു വേദനയുണ്ട്. അല്ലാ, സീനത്തിൻ്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞ് വളരുന്നുണ്ടല്ലോ, എൻ്റെ കുഞ്ഞുണ്ടല്ലോ. അല്ലാ, ഒന്നും ചെയ്യാൻ തോന്നരുതേ. തൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുന്നത് അത്ര പോലും ഷെഫി ഉസ്താദിന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് കോടികൾക്ക് വിൽക്കുവാനാണ് പ്ലാൻ എന്നുള്ളത് ഒന്നും ഷെഫി ഉസ്താദ് അറിയുന്നില്ല. മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു വേദനയുണ്ട്. എങ്കിലും പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാ തവക്കൽതു അലല്ലാ, റഹ്മാനെ എൻ്റെ കുട്ടിക്ക് ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള വിധിയുണ്ടെങ്കിൽ റഹ്മാനെ എൻ്റെ കുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത് റഹ്മാനെ. അഥവാ നിൻ്റെ അടുക്കലേക്ക് അങ്ങോട്ട് വരികയാണെങ്കിൽ റഹ്മാനെ, അതും എൻ്റെ മനസ്സിൽ വിഷമമുണ്ടല്ലോ. പക്ഷേ ഒരു കാട്ടാളന്മാരുടെ കൈകളിലും എൻ്റെ കുഞ്ഞിനെ നീ കൊടുക്കില്ല അല്ലാ. അതിനു മുമ്പ് ഷെഫി ഉസ്താദ് ഹൃദയം പൊട്ടിക്കൊണ്ടാണിത് പറഞ്ഞത്. കാരണം ഒരിക്കൽ പോലും അവൾ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരില്ല, എനിക്ക് നന്നായിട്ടറിയാം. അഥവാ ആവശ്യപ്പെട്ടാൽ തന്നെ കേസും കൂട്ടവുമായി അവൾ പോകും. എനിക്ക് അവളെ നന്നായിട്ടറിയാം. ഒരുപാട് വേദനിച്ചതാണ്. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പറയുന്നതാണ്, നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും, നിങ്ങളുടെ ഉമ്മാക്കെതിരെ കേസ് കൊടുക്കും, എന്നെ എപ്പോഴും നിങ്ങൾ പീഡിപ്പിക്കുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ അള്ളാഹ്ക്കറിയാം എന്താ സംഭവം എന്നുള്ളത്. ആ ഒരു വേദന ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അതങ്ങനെ ഒരുകുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ഉമ്മ പറയും, എൻ്റെ പൊന്നുമോനെ, ഉമ്മാൻ്റെ കുട്ടി പഴയതൊന്നും ആലോചിക്കരുത് കേട്ടോ.
എൻ്റെ കുട്ടിക്ക് പുതിയ ജീവിതമാണ് അള്ളാഹു നൽകുന്നത് കേട്ടോ. ഒരിക്കൽ പോലും പഴയത് ആലോചിക്കരുത്. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ അതാണ് എനിക്ക് പ്രചോദനം നൽകുന്നത്. മോനെ ഷെഫി, ഷെഫി എന്തർബ മോനെ ഷെഫി, എൻ്റെ കുട്ടിക്ക് ഒരു വിഷമായോ ഞാൻ അന്ന് ഉപദ്രവിച്ചതും? എൻ്റെ കാഴ്ചയില്ലാത്ത പൊന്നുമോളെ നിനക്ക് വേണ്ടി എൻ്റെ അർബ, അതൊന്നും അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് എനിക്ക് സഹറ ബത്തൂൽ. അതെ, അവൾ എനിക്ക് അനുഗ്രഹം തന്നെയാണ്. അതെല്ലാം ഞാൻ പറയില്ല. സത്യമായിട്ടും അത്രക്കും ദീനീ ചിട്ടയിൽ ജീവിക്കുന്ന ദീനീപരമായ അറിവുള്ള പെണ്ണിനെയാണ് എനിക്കിഷ്ടം. ഞാൻ ആഗ്രഹിച്ചും അതുതന്നെയാണ്. എന്നാൽ അള്ളാഹു എനിക്കിത് നൽകിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട അർബ, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട മോനെ. എന്നാൽ എല്ലാത്തിനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറായിക്കൊള്ളൂ. ബത്തൂലിന് പെട്ടെന്ന് നിക്കാഹ് കഴിപ്പിക്കണം. അതെ, അവൾ സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ഒരു ജീവിതം നല്ല രീതിയിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ഷെഫിയോട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് അംഗീകരിക്കുന്നു ഒരിക്കലും നിങ്ങൾ വിചാരിച്ചതല്ല. എന്നാലും അൽഹംദുലില്ലാ, പടച്ച റബ്ബ് നിങ്ങൾക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. മോനെ ഷെഫി, എൻ്റെ പൊന്നുമോളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ണെത്താ ദൂരത്തോളം സ്വത്തുണ്ട്. അതെ, ഇവിടെ ഒരുപാട് എണ്ണപ്പാടങ്ങളും ഫാക്ടറികളും ജ്വല്ലറികളൊക്കെയുമായിട്ട് ഒരുപാടുണ്ട് സ്വത്തുക്കൾ. അതെല്ലാം എൻ്റെ പൊന്നുമോൻക്കുള്ളതായിരിക്കും. എൻ്റെ പൊന്നുമോൻക്കും എൻ്റെ മകൾക്കുള്ളതാണ്. അതെല്ലാം എൻ്റെ മകളുടെ പേരിൽ ഞാൻ എഴുതി വെക്കുകയാണ്. എൻ്റെ മകൾക്കുണ്ടായാൽ അത് നിങ്ങൾക്കുമുള്ളതല്ലേ. സത്യമായിട്ടും എൻ്റെ പൊന്നുമോൻ ഒരിക്കലും വിഷമിക്കരുത്. എൻ്റെ കാഴ്ചയില്ലാത്ത മകളെ വിവാഹം കഴിക്കുന്നു എന്നതിൻ്റെ പേരിൽ മോനൊന്നും നഷ്ടപ്പെടുന്നില്ല. ഈ കണ്ടതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ഒന്നുകൊണ്ട് വിഷമിക്കരുത് കേട്ടോ. ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ, ഒരു കൊച്ചുകുടലിൽ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ഞാൻ, അതെ, വിശന്നു വലയുമ്പോൾ എൻ്റെ ഉമ്മ അടുത്തുള്ള വീടുകളിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആ ബാക്കി എനിക്ക് തരും. അതെ, പട്ടിണി മാറ്റാൻ എൻ്റെ ഉസ്താദിൻ്റെ കൂടെ പറഞ്ഞയച്ചത്. റഹ്മാനെ, എനിക്കാണോ ഇത്രക്കും സൗകര്യമുള്ള ഒരു വീടും എനിക്ക് റൂമും നൽകിയിരിക്കുന്നു. ഇപ്പോഴിതാ പറയുന്നു അറബിയുടെ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ എഴുതിത്തരുമെന്നുള്ളത്. അതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് സ്വാലിഹായൊരു ഭാര്യയെ മാത്രം മതി. ഒരു സ്വത്തും എനിക്ക് വേണ്ട. സ്വാലിഹായൊരു പെണ്ണിനെ മാത്രം മതി എനിക്ക്. അതെ, എൻ്റെ ബത്തൂൽ, അത് സ്വാലിഹ് തന്നെയാണ് അവൾ. എന്നാൽ ഈ സമയം അതാ എല്ലാവരും പാസ്പോർട്ട് എടുക്കുവാനുള്ളവരൊക്കെ എടുക്കുന്നു. ഉമ്മ കുറച്ചാളുകളോടൊക്കെ കാര്യങ്ങൾ പറയുന്നു. വീണ്ടും ഗൾഫിലേക്കൊരു യാത്ര എന്നുള്ള രീതിയിൽ അതാ ഉസ്താദും ഭാര്യയും മക്കളും സന്തോഷത്തിലാണ്. മക്കളെ, ഷെഫി ഉസ്താദിൻ്റെ കല്യാണമാണ്. എന്തൊക്കെ തന്നെയാലും അറബിയുടെ പൊന്നുമോളാണ് കെട്ടുന്നത്. എല്ലാവരും അതറിഞ്ഞു. എന്നാൽ ആ ഷെഫി ഉസ്താദിൻ്റെ ഒരു ഭാഗ്യമല്ലേ. ഓനിപ്പോൾ ഒരു നഷ്ടം ഉണ്ടായെങ്കിൽ എന്താ, അതിനേക്കാളും വലിയൊരു ഭാഗ്യമല്ലേ പടച്ചോൻ നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു അത്ഭുതമായി മാറുകയാണ്. അങ്ങനെ അതാ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയും കുടുംബങ്ങളുമെല്ലാം ഗൾഫിലേക്ക് പോരുവാനുള്ള തയ്യാറെടുപ്പിലാണ്. സെയ്ഫ് അറബിയും ഫാമിലിയുമെല്ലാം ഇതറിയുന്നു. അങ്ങനെ അത് സെയ്ഫ് അറബിയുടെ രണ്ടാം ഭാര്യ ഫർസാന പ്രിയപ്പെട്ട ഉമ്മാക്ക് വിളിക്കുന്നു. ഉമ്മ അറിഞ്ഞില്ലേ? മോളെ, എന്ത്? അല്ലേ, ഷെഫി ഉസ്താദിൻ്റെ കല്യാണം അറബിയുടെ മകളുമായി. മോളെ, മാഷാ അല്ലാ, വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് കിട്ടിയത്. എന്തൊക്കെ തന്നെയല്ലോ അള്ളാഹു റാഹത്തിലാക്കട്ടെ. അല്ല മോളെ, ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഉമ്മ, നിങ്ങളോ? അതേ മോളെ, ഞാനും നിൻ്റെ അനിയത്തിമാരും കുട്ടിയും ഉപ്പൊക്കെ വരുന്നുണ്ടേ. ഉമ്മ, സത്യമായിട്ടും? അതെ മോളെ, പിന്നെ സക്കീർ ഉസ്താദിൻ്റെ ഫാമിലി ഉണ്ട്. അങ്ങനെയാണ്. അല്ല ഉമ്മ, നിങ്ങൾ പറയുന്നത് സത്യമാണോ? ഉമ്മ, അതിനുള്ള ചിലവൊക്കെ? അതൊക്കെ ഷെഫി പറഞ്ഞു നിങ്ങളൊന്നും അറിയണ്ട എന്നുള്ളത്. നിങ്ങൾ പോന്നാൽ മതി, അതിനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ ചെയ്തോളാം, ട്രാവൽസൊക്കെ വിളിച്ചിട്ടെന്നൊക്കെ പറഞ്ഞേക്കണേ. അല്ല പഠിച്ചോനെ. ആ മോളെ, അങ്ങനെ വേണം. വണ്ടിയില്ലേ ഉസ്താദന്മാരോടൊക്കെ സ്നേഹമുള്ള ശിഷ്യന്മാരൊക്കെ ആയാലേ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ശരിക്കും അത് കേട്ട് അവൾ അത്ഭുതപ്പെടുകയാണ്. അങ്ങനെ അതാ ആ അറേബ്യയിൽ ഷെഫി ഉസ്താദിൻ്റെയും സഹറ ബത്തൂലിൻ്റെയും നിക്കാഹിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു. എല്ലാവരും എത്തിത്തുടങ്ങി. ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയും അവരെല്ലാം നിക്കാഹിന് വേണ്ടി പോരുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അതെ, ഞങ്ങളുടെ പൊന്നുമോൻ്റെ നിക്കാഹിന് വേണ്ടി അമ്മായിയും കുടുംബങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ ഈ സമയം അതാ വിവരങ്ങളെല്ലാം സീനത്തിൻ്റെ വീട്ടിലും പോയി പറഞ്ഞു. എന്നാൽ സീനത്തിൻ്റെ ഉമ്മയും ഉപ്പയും വന്നില്ല.
പകരം സീനത്തിൻ്റെ ബ്രദറ്, അതെ അവൻ പറഞ്ഞു ഞാനുമുണ്ട്. കാരണം എനിക്ക് ഷെഫി ഉസ്താദിനൊന്ന് കാണണം, തെറ്റുകൾക്കൊക്കെ മാപ്പ് പറയണം, കാരണം എൻ്റെ പെങ്ങൾ ചെയ്തതിന് മാപ്പ് ചോദിക്കണം. ശരിക്കും അവർ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഏതാ അവരെല്ലാവരും കൂടി ഗൾഫിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരുടെയും ടിക്കറ്റും വിസയും എല്ലാം കിട്ടി. നാളെയാണ് എല്ലാവരും കൂടെ അറേബ്യയിലേക്ക് പുറപ്പെടുന്നത് ഷെഫി ഉസ്താദിൻ്റെ നിക്കാഹിന് വേണ്ടി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.